വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ്. സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്താണ്? അതിലേറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് വൺ ആയിട്ടുള്ള ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം. ഓക്കെ, so what is scheduling algorithm? The CPU scheduling deals with the problem of deciding which of the processes in the ready queue is to be allocated the CPU, and there are many different CPU scheduling algorithms. അപ്പോൾ ഒരു CPU റെഡി ക്യൂയിലുള്ള ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് പ്രോസസ്സ് നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് നമുക്ക് ഡിഫറെൻറ്റ് അൽഗോരിതത്തിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അൽഗോരിതം ആണ് സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. There are many different types of CPU scheduling algorithms. So first one is first come first served scheduling, and this is the simplest CPU scheduling algorithm, and this is a non-preemptive scheduling algorithm. That means once the CPU has been allocated to a process, that process keeps the CPU until it releases the CPU either by terminating or by requesting I/O, and the process that requests the CPU first is allocated the CPU first. The implementation of the first come first served policy is easily managed with a FIFO queue. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ്. അതൊരു നോൺ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ്. അതായത് ആ ഒരു പ്രോസസ്സിന് നമുക്ക് ഒരു CPU അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു I/O റിക്വസ്റ്റ് വന്നാൽ, അതുപോലെ അല്ലെങ്കിൽ ആ ഒരു CPU ഒരു എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ CPU റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് നോൺ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് എന്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് വിട്ടുകൊടുക്കുകയുള്ളൂ. ഓക്കെ, അതാണ് നോൺ പ്രിയംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ അത് I/O റിക്വസ്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കാം എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ് CPUവിന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നോൺ പ്രിയംറ്റീവ് സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ദെൻ ദ പ്രോസസ് ദാറ്റ് റിക്വസ്റ്റ് ദ CPU ഫസ്റ്റ് ഈസ് അലോക്കേറ്റ് ദ CPU ഫസ്റ്റ്. അതായത് ആരാണോ ഫസ്റ്റ് വന്നത് അവർക്ക് ഫസ്റ്റ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്കറിയാം, ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇതാണ് FIFO എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് സെർവ് പിന്നെ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ FIFO ക്യൂവിലാണ് നമുക്ക് ആ ഒരു പ്രോസസ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതാണോ ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് ആ പ്രോസസ്സ് ഇതിലേക്ക് ടെയിലേക്ക് ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണോ ഹെഡിലുണ്ടാവുക അതിനായിരിക്കും ഫസ്റ്റ് CPU സെർവ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ആരാണോ ഫസ്റ്റ് വരുന്നത് അവർക്ക് ഫസ്റ്റ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന ക്യൂ ഏതാണ്? FIFO ക്യൂ ആണ്. ഓക്കെ, when a process enters the ready queue, its PCB is linked onto the tail of the queue, and when the CPU is free, it is allocated to the process at the head of the queue. അപ്പോൾ ഒരു പ്രോസസ്സ് റെഡിക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PCB ഇതിൽ ലിങ്ക് ചെയ്യും, നമ്മുടെ ക്യൂവിൻ്റെ ടെയിലിൽ ലിങ്ക് ചെയ്യും. ഓക്കെ, എപ്പോഴാണോ CPU ഫ്രീ ആവുന്നത് അപ്പോൾ ആ പ്രോസസ്സിൻ്റെ FIFO ക്യൂവിൽ നിന്നും അതിൻ്റെ ഹെഡിലുള്ള പ്രോസസ്സ് ഏതാണോ അതിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്കിവിടെ കാണാൻ ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഹെഡിലാണ് നമുക്ക് CPUവിലേക്ക് സെർവ് ചെയ്യുന്നത്. ഓരോ പ്രോസസ്സ് ആഡ് ചെയ്യുമ്പോഴും ഓരോ പ്രോസസ്സിൻ്റെയും CPU എവിടേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, ആ ക്യൂവിൻ്റെ ടെയിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ വരുമ്പോൾ ഏതാണോ ഫസ്റ്റ് ഉള്ളത് അതിനാണ് നമ്മൾ ഫസ്റ്റ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴാണോ CPU ഫ്രീ ആവുന്നത് അപ്പോൾ ആ FIFO ക്യൂവിലുള്ള ഹെഡിലുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യും, CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദ റണ്ണിങ് പ്രോസസ് ഈസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ ക്യൂ, ആൻഡ് ദ കോഡ് ഫോർ FCFS ഷെഡ്യൂളിംഗ് ഈസ് സിമ്പിൾ ടു റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഒരു പ്രോസസ്സ് ഹെഡിലുള്ള ഒരു പ്രോസസ്സ് നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നീട് ആ ഒരു FIFO ക്യൂവിൽ ഇതിൻ്റെ ആവശ്യമില്ല, ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെന്തായി, ആ ഒരു പ്രോസസ്സ് ആ ക്യൂവിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അല്ലേ, ഇപ്പോൾ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്കൊരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾക്ക് ഫ്രണ്ടിലില്ല അല്ലെങ്കിൽ ഹെഡിലുള്ള ഒരാൾക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് റിമൂവ് ആവും, തൊട്ടടുത്തുള്ള ആൾക്ക് ആ ഒരു
ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് വാങ്ങിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഓരോ പ്രോസസ്സും 1 by 1 ആയിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രോസസ്സ് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂവിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് തൊട്ട് ബാക്കിലുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ടുള്ള ക്യൂവിലുള്ള പ്രോസസ്സ് ഏതാണോ അതായിരിക്കും നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതിൻ്റെ കോഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും വളരെ സിമ്പിളാണ്. Then one on the negative side, the average waiting time under the FCFS policy is often quite long. അതായത് നമുക്ക് മറ്റ് ഒരുപാട് സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ് ഇനി പഠിച്ചു വരാനുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് FCFS പോളിസിയുടെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. Example, consider the following set of processes that arrive at time 0 with the length of the CPU burst given in milliseconds. Process P1, P2, P3 and burst time 24, 33. അപ്പോൾ ഇവിടെ നമുക്ക് 3 പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? P1, P2, P3. അപ്പോൾ ഇതിൻ്റെ ബേസ്റ്റ് ടൈം അറിയുന്നത് നമുക്ക് എക്സിക്യൂഷനിലെ ടൈമായിട്ട് കണക്കാക്കാം. അപ്പോൾ അതിൻ്റെ ടൈം ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം മില്ലി സെക്കൻഡ്സിലാണ്. ഓക്കെ, 24 P1 കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മില്ലി സെക്കൻഡ്സ്, P2 കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മില്ലി സെക്കൻഡ്സ്, P3 അതുപോലെ തന്നെ 3 മില്ലി സെക്കൻഡ്സ്. ഇതെല്ലാം അറൈവ് ചെയ്തിരിക്കുന്ന ഏത് സമയത്ത് തന്നെയാണ്? 0 എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ തന്നെ ഈ മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, അറൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് ഉള്ളത്. ദെൻ ഇഫ് ദ പ്രോസസ്സസ് അറൈവ് ഇൻ ദ ഓർഡർ P1, P2, P3 and are served in FCFS order, we get the result in the following Gantt chart. അപ്പോൾ ഇത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഗാൻറ്റ് ചാർട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഡയഗ്രത്തിൽ വന്നിട്ടുള്ള ചില മിസ്റ്റേക്സ് ആണ്. അപ്പോൾ 3 പ്രോസസ്സാണുള്ളത്, P1, P2, P3. അപ്പോൾ P1ന് ബേസ്റ്റ് ടൈം ഒക്കെയാണ് 24. അപ്പോൾ ഇത് P1, P2, P3 എന്നുള്ള ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ P1 0 എന്നുള്ള ടൈം അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ്റ്റ് ടൈം ഒക്കെയാണ് 24 ആണ്. അപ്പോൾ P2 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക? ആ 24 മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ പ്രിഎംപ്റ്റീവ് ആണെന്ന് പറഞ്ഞിരുന്നു. നോൺ പ്രിഎംപ്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ P2 എന്നുള്ള പ്രോസസ്സ് ഇവിടെ P1 ആണ് കേട്ടോ. ഫസ്റ്റ് P1 ആണ്. P1 എന്നുള്ള പ്രോസസ്സ് P1, P2 ആൻഡ് P3. P1, P2, P3. ഇപ്പോൾ P1 എന്നുള്ള പറഞ്ഞ പ്രോസസ്സ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 24 ആണ്. കാരണം ആ 24 മില്ലി സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ P1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ആ ഒരു പ്രോസസ്സ് എന്ത് റിലീസ് ചെയ്യുള്ളൂ? CPU റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ P1 ഒരു 24 പേപ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 24 പേപ്പേഴ്സും പ്രിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് നെക്സ്റ്റ് ആൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ 24 മില്ലി സെക്കൻഡ്സ്. അപ്പോൾ 24 മില്ലി സെക്കൻഡ്സ് എന്ത് ചെയ്തു? P1 CPU കൈവശം വെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ P1 എത്രയാണ്? 24 ആണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 0 ആണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് P2 ആണ്. അപ്പോൾ P2 നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. P2 എപ്പോഴാണ് കിട്ടുന്നത്? ഈ 24 മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് P2 CPU കിട്ടുന്നത്. അപ്പോൾ അത് എത്ര വെയിറ്റ് ചെയ്തു? 24 മില്ലി സെക്കൻഡ്സ് അത് വെയിറ്റ് ചെയ്തു. അപ്പോൾ P2 വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 24 മില്ലി സെക്കൻഡ്സ് ആണ്. ഇനി P2 ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ 24 + 3 അതായത് 27 മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് ആക്ച്വലി P3ക്ക് CPU കിട്ടുന്നത് അല്ലേ. കാരണം P1 കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് P3 കംപ്ലീറ്റ് ചെയ്ത് P2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് P3ക്ക് കിട്ടുന്നത്. കാരണം മൂന്നും സെയിം ടൈമിൽ തന്നെയാണ് അറിയുന്നത്. പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സിനും നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് ഈ ഒരു ഓർഡറിലാണ് എങ്കിൽ P1, P2, P3 എന്നുള്ളൊരു ഓർഡറിലാണ് എങ്കിൽ നമുക്കതിൻ്റെ വെയിറ്റിംഗ് ടൈം ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. 0, 24 and 27. അപ്പോൾ അതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ആ 3 പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ആവറേജ് കാണുന്നത്. അപ്പം 0 + 24 + 27 ഡിവൈഡഡ് ബൈ
3. That is equal to 17 milliseconds. അപ്പോൾ 17 milliseconds ആണ് ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, then if the processes arrive in the order P2, P3, P1, then the result will be, ഇപ്പോൾ ഇവിടെ നമ്മൾ P2, P3 കാരണം 0 ആണ്, പക്ഷെ നമ്മൾ ആ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നേരെ മറിച്ച് P2, P3, P1 എന്നുള്ള ഓർഡറിലാണ് എങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് ടൈം ഏത് രീതിയിലാണ് വരിക? P2യുടെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 milliseconds കഴിയുമ്പോൾ P2 എന്ത് ചെയ്യുന്നു? CPU റിലീസ് ചെയ്യുന്നു. P2 CPU റിലീസ് ചെയ്തു. നെക്സ്റ്റ് ആർക്കാണ് കിട്ടുന്നത്? P3ക്കാണ്. അപ്പോൾ P3യും എത്രയേ ഉള്ളൂ? 3 milliseconds ആണ്. അപ്പോൾ 3 milliseconds. അപ്പോൾ 3 milliseconds എന്ന് പറയുമ്പോൾ ആ 3 പ്ലസ് ഈ ഒരു 3യും കൂടെ കിട്ടുമ്പോൾ 6 milliseconds കഴിയുമ്പോഴാണ് ഏത് പ്രോസസ്സിന് കിട്ടുന്നത്? P1 എന്നുള്ള പ്രോസസ്സിന് CPU കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് P1, P2, P3 means 6 plus 0 plus 3 divided by 3. കാരണം P1, P2, P3 എന്നുള്ള ഓർഡറാണ്. പക്ഷേ CPU അലോക്കേറ്റ് ചെയ്തത് P2ന് 0 milliseconds, അതായത് അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. P2 എന്ന് പറയുമ്പോൾ വെയിറ്റ് ചെയ്തിട്ടില്ല. P1 ആണെങ്കിലോ 6 milliseconds വെയിറ്റ് ചെയ്തു. കാരണം ഫസ്റ്റിൻ്റെയും സെക്കൻഡ് പ്രോസസ്സിൻ്റെയും തേർഡ് പ്രോസസ്സിൻ്റെയും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ബേഴ്സ് ടൈമാണ്. അതായത് 3 + 3 6. ഓക്കെ, അപ്പോൾ 6 milliseconds ആണ്. ദെൻ P3 എന്ന് പറയുമ്പോഴോ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ P2 ആയിരുന്നു. P2ൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആ 3 milliseconds കഴിയുമ്പോൾ എന്ത് റിലീസായി? P2 റിലീസ് ചെയ്തു. അപ്പോൾ 3 milliseconds വരെ മാത്രമേ ആർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ? P3ക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഈ ഓരോന്നിൻ്റെ P3 മാത്രം നോക്കിയാൽ മതി. കാരണം നമുക്ക് 30 നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ വെയിറ്റിംഗ് ടൈമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 0 + 3 + 6 divided by 3, that is equal to 9 divided by 3 is equal to 3 milliseconds. This reduction is substantial. Thus, the average waiting time under the FCFS policy is generally not minimal and may vary substantially if the processor's CPU burst time vary greatly. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം ആദ്യത്തെ ഓർഡറും രണ്ടാമത്തെ ഓർഡറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേൽ നമുക്ക് കിട്ടിയ എത്രയായിരുന്നു? 17 milliseconds ആയിരുന്നു. സെക്കൻഡിൽ എത്രയാണ് കിട്ടിയത്? 3 milliseconds ആയിരുന്നു. സെയിം പ്രോസസ്സ്, സെയിം ബേഴ്സ്. എന്തിലാണ് നമ്മൾ ഡിഫറൻസ് ഉള്ളത്? ഏത് ഓർഡറിലാണ് നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ FCFS പോളിസിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, then consider the performance of FCFS scheduling in a dynamic situation. Assume we have one CPU bound process and many IO bound processes. As the processes flow around the system, the following scenario may result. The CPU bound process will get and hold the CPU. During this time, all the other processes will finish the IO and will move into the ready queue waiting for the CPU. While the processes wait in the ready queue, the IO devices are idle. Eventually, the CPU bound process finishes its CPU burst and moves to an IO device. All the IO bound processes which have short CPU bursts execute quickly and move back to the IO queues. At this point, the CPU sits idle. The CPU bound processes will then move back to the ready queue and will be allocated the CPU. Again, all the IO processes end up waiting in the ready queue until the CPU bound processes is done. And there is a convoy effect as all the other processes wait for the one big process to get off the CPU. അപ്പോൾ FCFS ഷെഡ്യൂളിങ്ങിൽ വരുന്നൊരു ഡ്രോബാക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരാണ് കോൺവോയ് എഫക്റ്റ്. എന്താണ് കോൺവോയ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നിരിക്കുന്ന പ്രോസസ്സ്, ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതിൽ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് CPU ബൗണ്ട് പ്രോസസ്സാണ്. അതായത് കൂടുതൽ നേരം അത് എന്തിലാണ് സ്പെൻഡ് ചെയ്യുന്നത്? CPUവിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. CPU ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ,
അങ്ങനെയുള്ളൊരു പ്രോസസ്സുണ്ട്. ബാക്കിയെല്ലാം എന്താണ്, IO ബൗണ്ട് പ്രോസസ്സാണ്. അത്തരം പ്രോസസ്സെല്ലാം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണ്, IO ഡിവൈസസ് ആണ്. ഓക്കെ, ഇത്തരം കേസസിൽ ചെറിയ ഈ CPU ബൗണ്ട്, അതായത് ഏറ്റവും IO ബൗണ്ട് പ്രോസസ്സിൻ്റെ CPU യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ ഇത്തരം ഷോർട്ടായിട്ടുള്ള ബേസ്റ്റ് ടൈം വളരെ കുറവായിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് ഒരു വലിയ ബിഗ് CPU പ്രോസസ്സിന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാം. അതാണ് കോൺവോയ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ എല്ലാ പ്രോസസ്സസും, അതായത് IO ബൗണ്ട് പ്രോസസ്സസ്, അതിനെല്ലാം CPU എത്ര വേണ്ടു, ഒരു 5-10 മിനിറ്റേ വേണ്ടു. ബാക്കി എല്ലാ പ്രോസസ്സിനും 5-10 മിനിറ്റ് വരുമ്പോൾ ഒന്ന് CPU പ്രോസസ്സിന് 1 മണിക്കൂർ വേണ്ടി സമയം ഈ ഒരു CPU എക്സിക്യൂഷന് വേണ്ടിയിട്ട് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ പ്രോസസ്സും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം അത് IO പ്രോസസ്സിലേക്ക് മാറി ഈ ഓരോ പ്രോസസ്സും എന്ത് ചെയ്യുന്നു, CPU എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നു. അതിന് ബാക്കി എല്ലാ പ്രോസസ്സും CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ടൈം വളരെ ഷോർട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ CPU IO ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ, ഒരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു ഷോർട്ട് പ്രോസസ്സ് എല്ലാം ഒരു വലിയ പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഈ ഒരു കോൺവോയ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the FCFS algorithm is thus particularly troublesome for time sharing system, where it is important that each user get a share of CPU at regular intervals. It would be disastrous to allow one process to keep the CPU for an extended period. അപ്പോൾ FCFS എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നോൺ പ്രിയംറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ ഒരു കോൺവോയ് എഫക്റ്റ് നമ്മളതുപോലെ പറഞ്ഞു. ഇനി ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഏതിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഷെയറിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റിയൽ ടൈം സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ടൈംസ് ഓരോ പ്രോസസ്സിനും ഒരു പെർട്ടിക്കുലർ ടൈം ഷെയർ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് ഈ CPU റെഗുലർ ഇൻ്റർവെൽ നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കേസസിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കുറേ നേരത്തേക്ക് CPU കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഡ്രോബാക്കായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൽ പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്കെഡ്യൂളിംഗ് അൽഗോരിതമാണ്. ഈ ഒരു സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നോൺ പ്രിയംറ്റീവ് ആണ്. കാരണം നമുക്കൊരു പ്രോസസ്സ് ഒരു CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ ആ പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു CPUവിനെ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ വരുന്നത്. ഇനി CPU അലോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ CPU ബൗണ്ട് അതുപോലെ തന്നെ IO ബൗണ്ടായിട്ടുള്ള പ്രോസസ്സും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ കോൺവോയ് എഫക്റ്റ്. എന്താണ് കോൺവോയ് എഫക്റ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു വലിയ CPU ബൗണ്ട് പ്രോസസ്സിന് വേണ്ടി വളരെ ഷോർട്ടായിട്ടുള്ള IO ബൗണ്ട് പ്രോസസ്സ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ആക്ച്വലി ഒരു കോൺവോയ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് FCFSൽ വളരെ കൂടുതലായിരിക്കാം, ചില കേസിൽ വളരെ കുറവായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഇത് വളരെ സബ്സ്റ്റാൻഷ്യലാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്ക് നമുക്ക് ആ ഒരു രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്.